നോക്കും. ചിരിക്കടാ. നമ്മള് വെള്ളം അടിച്ചിട്ടൊന്നുമല്ല, നമ്മൾ എത്ര നമ്മൾ നിൽക്കണം. കുറിച്ചാട്ടോ അരിയുന്നത്. ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു? ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ ജിസിൻ്റെ വീട്ടിലാണ്. ജിസ് നമുക്ക് വേണ്ടി കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഫുൾ കാണാം. ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് നമ്മുടെ ജിസ് ഇവിടെ എന്തൊക്കെ കാര്യമായിട്ട് അരിയുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരാനുള്ള പ്ലാനിങ് ആണ് ഇവിടെ. ജിസ് ഹസ്ബൻഡ് ഇവിടെ മാറി നിൽപ്പുണ്ട്. എന്താണ് പറയാനുള്ളത്? പറഞ്ഞതൊക്കെ മതിയായിരുന്നു. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് പറയാമോ? പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി പിൻഡോ ചേട്ടൻ കൊണ്ടുതന്ന പാസ്ത ഉണ്ട്. ഇതാണ് പിൻഡോ. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഷൈനികാമുണ്ട്. ഷൈനികത്തിനെ പോലെ തന്നെ ഇരിക്കുന്നൊരു അത് സമ്മതിക്കുന്നുണ്ടോ? അത് ഷൈനികത്തിനെ പോലെ തന്നെ അത് സമ്മതിക്കുന്നുണ്ടോ? ഞാൻ ഒരു 99% സമ്മതിക്കുന്നു. അതാണ് ചിരിക്കടാ. ഹായ്. ഓക്കെ, പറഞ്ഞു. അതെടുത്ത് വെക്കാവോ? എന്തൊക്കെയാ വേണ്ടേ? എന്തൊക്കെയാ ഉണ്ടാക്കണ്ടേ? നമ്മളുടെ സവാള അരിഞ്ഞിട്ടുണ്ട്, ഇത് തക്കാളി, ഇത് വെളുത്തുള്ളി, മാൾട്ടയിലെ വെളുത്തുള്ളി. നമ്മുടെ നാട്ടില് ഒരു 10 വെളുത്തുള്ളിക്ക് തുല്യ, 10 പോട്ടെ, ഒരു 5 വെളുത്തുള്ളിക്ക് തുല്യാണ് വെളുത്തുള്ളി. ഓക്കെ. വേറെ എന്തൊക്കെയാ സംഭവങ്ങൾ വേണ്ടേ? വേറെ നമ്മൾ ചിക്കൻ ഓൾറെഡി അവിടെ പെരട്ടി വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നാ വേണ്ടേ? പിന്നെ നമുക്ക് കത്തി വേണം. ഒരു കത്തി ഉള്ളതോടെ ഒറ്റയ്ക്ക് കഴിയുന്നു. എന്നാൽ ഇവിടെ കത്തി കിട്ടിയിരുന്നുള്ള വല്ലാത്ത സംഭവം തന്നെ അല്ലേ? പക്ഷെ നല്ല ഹോട്ടലുണ്ടോ? ഇത് കുഴപ്പം. ഇതാണ് കേട്ടോ അവരെടുത്തത്. നൈസ് ഒരു അപ്പാർട്ട്മെന്റ് കേട്ടോ അവരെടുത്തത്. ഇവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും. ഇതെന്തിനായിരുന്നു? ഇത് മറ്റേ ചൂടാക്കണം ഓവൻ. ഓവൻ. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റവ് കിട്ടും. ഇതൊക്കെ ഇലക്ട്രിക് അല്ലേ? ഓക്കെ. ഇത് ഇലക്ട്രിക് അല്ലേ? ഗ്യാസ് അല്ലല്ലോ, ഇലക്ട്രിക്. ഇതൊക്കെ നമ്മളെന്തിനാ അറിയുന്നല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ്. പിന്നെ നമ്മളിവിടെ ഒന്നുകൂടെ എൻട്രി വിട്ടുപോയി. ഒന്നുകൂടെ ചിക്കൻ കറിയിലേക്ക് സ്വാഗതം. ഇത് ചിക്കൻ കറി അല്ലല്ലോ, ഇത് മറ്റേ സവാളയൊക്കെ. ചിക്കൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിലേക്ക് സ്വാഗതം. ഓക്കെ. നമ്മളിപ്പോ ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഓക്കെ, അരിയാണ് കുനുകുനാന്ന്. ഇതിനുശേഷം നമ്മള് സവാള ഓൾറെഡി നമ്മൾ അരിഞ്ഞു വെച്ചു. അത് എക്സ്ട്രാ സവാളയാണ്. അത് നമുക്ക് നാളെ ഫിഷ് കറിക്ക് എടുക്കാം. ഓക്കെ. അപ്പൊ ഇത് നാളത്തേക്ക്. അപ്പൊ ഇതിപ്പോ ചിക്കൻ കറിക്ക് ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ ഇതാ നാളത്തേക്ക്. അപ്പൊ ഈ തക്കാളി നമ്മൾ ഇതിനകത്ത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇങ്ങോട്ട് എടുക്കും. സവാള മാത്രം അവിടെ വെക്കും. ഒടുക്കത്തെ ഐഡിയ കേട്ടോ. ഇത് ചെറിയ ശരീരമാണെങ്കിൽ വലിയ തലയാ. തക്കാളി കണ്ട കറക്റ്റ് അളവിൽ വെട്ടിക്കുറിച്ച കേട്ടോ അരിയുന്നത്. ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു? വെറും കഴിവ്. നമുക്ക് ജിസു ഹസ്ബൻഡ് എടുത്തിരിക്കുന്ന അപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ കേട്ടോ. ഇതുവഴി ഇങ്ങനെ നമ്മളിങ്ങനെ തുറന്ന് കയറി വരുന്നു. ഇത് ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണ്, പക്ഷേ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ ഇത് എന്താ പറയുക, കിച്ചൺ കിട്ടും. പിന്നെ നമുക്കൊരു സാധാരണ നല്ലൊരു ബെഡ് ഉണ്ട് അവിടെ. പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ എൻ്റെ ബാക്കിൽ. പിന്നെ ഇവിടെ റൈറ്റ് വാഷ്റൂം. പിന്നെ ഇവിടെ ഒരു വലിയൊരു മിററൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ. അപ്പം നമുക്ക് വാഷ്റൂം ഇതേ കുഴപ്പമില്ല കേട്ടോ. നൈസ് വാഷ്റൂം, എല്ലാം അടിപൊളി. നല്ലൊരു വാഷ്റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി ബെഡ്. ഇവിടെ ബാൽക്കണി ഇതാണ്. ബാൽക്കണിയിലേക്ക് നമ്മൾ തുറന്നിറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ബാൽക്കണിയിലേക്ക് തുറന്നിറങ്ങുമ്പം കാണുന്ന കാഴ്ച ഇതൊക്കെയാണ്. അടുത്തെല്ലാം വലിയ ഇത് സെൻറ്റ് ജൂലിയൻ എന്ന് പറയുമ്പോഴത്തേന് മാൾട്ടയിലെ തന്നെ മെയിനായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള പബ്ബ് പാർട്ടീസ് അങ്ങനെ എല്ലാം തന്നെ സെറ്റ് ചെയ്യുന്നൊരു മെയിൻ ഏരിയ ആണ്. ഇതിൻ്റെ താഴത്തെ കണ്ട ഇനിയിപ്പോൾ ഇത്ര ഉയരത്തെ. ഇതിപ്പോൾ 7ാം നിലയിലാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ്. അതിൻ്റെതായ ഒരു ഉയരം ഇതിനുണ്ട്. ടോപ്പ് ഫ്ലോറാണ്. അല്ല ടോപ്പല്ല കേട്ടോ, ഇതിന് മണ്ടേ ഒരാളുണ്ട്, ഒരു ഫ്ലോറും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരകത്തേക്ക് പോവാം. ഇവിടെ ഇങ്ങനത്തെ കറക്റ്റ് കുറേ ഗ്ലാസ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി നല്ലൊരു ഒരു ഡിസൈനാണ് കേട്ടോ ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസൈൻ. ആദ്യം ഓയിൽ ഒഴിച്ചിട്ട് ഗാർലിക്. Yes, this is the ginger and garlic. ആദ്യം ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം പാനിലേക്ക് നമുക്ക് ഇതൊന്നോണ ഈ സ്വിച്ച് ഓണാക്കി മൊത്തം ഒന്ന് ട്രിപ്പായി പോയി കേട്ടോ. പിന്നെ ആശാൻ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നു പോകുന്നല്ലേ തങ്കം?
ചിക്കനൊക്കെ വാരി എങ്ങോട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നത് പാത്രത്തിന്റെ ഉള്ളത് കൊണ്ട് ഐസി. പക്ഷെ പാത്രത്തിന്റെ കുറവാണെങ്കിൽ നമ്മൾ തോറ്റു കൊടുക്കരുത് അല്ലേ തങ്കം? എന്തോ ഇതിൽ വെച്ച് തന്നെ ഫുൾ ഫ്രൈ ആക്കായിരുന്നല്ലേ? ഇതിൽ വെച്ചിട്ട് ഇതിൽ വെച്ച് തന്നെയോ? അതിന്റെ ചിക്കനിൽ നിന്നുള്ള നെയ്യ് ഇറങ്ങി കഴിയുമ്പോൾ തങ്കം വലിയ വലിയ പരിപാടിയിലോ, വലിയ വലിയ പദ്ധതി കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ഇത് ഷെഫ് തങ്കം ഇത് എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഉണ്ടാക്കുന്നത്. ഞാനത് വഴറ്റിക്കൊണ്ടിരിക്കാം, വലിയ പണിയാണല്ലോ. മല്ലിയില അരിയുന്നു. ഇതുവരെ വഴണ്ട് തീർന്നില്ലേ? കുറെ നേരം ആയാലും ഇത് ഇട്ട് കിടക്കുന്നു. എന്തോ ഇത് ഉപ്പിടണം എങ്കിലേ അത് സെറ്റായി വരത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലേ? ഇതാ ഞാൻ ആരും ഇളക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ ചിക്കൻ നമ്മൾ ഇളക്കുന്നത്. ഒരെണ്ണം അടിച്ച് ഇരിക്കണോണ്ട് അല്ലാൻ പവറാണ്. ഞാൻ ഒരെണ്ണം അടിച്ചിട്ടില്ല. നമ്മൾ എത്ര അടിച്ചാലും ആടുന്നില്ല ചിക്കൻ ഇളക്കിയാണ്. ചിക്കൻ കാല് ഞാനിത് കുത്തി 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 ഇളക്കിയിട്ടാ. ഉറച്ച ചിക്കൻ കാല് കൊള്ളാം, അടിപൊളി. ഇതെങ്ങനെ ഈ മസാല ഇട്ടുകൊണ്ടേ ഇരിക്കുമോ ഇങ്ങനെ ഓരോ പ്രോസസ്? ഇല്ല, മസാല ഓൾറെഡി ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ചിക്കൻ ഒന്ന് വെന്ത് വന്നാൽ മതി തൽക്കാലത്തേക്ക്. അതെ, ചെറുതായിട്ടൊന്ന് വേണം. കാരണം ഈ സ്റ്റൗ ടോപ്പ് ശരിക്കും ശോകമാണ്. നമുക്ക് ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഇത് എത്ര നേരം ഇരിക്കുമെന്ന് എനിക്കറിയില്ല. എത്ര നേരം അപ്പൊ നമ്മൾ കുക്കായി ചിക്കൻ ഇളക്കി കുക്ക്. ചിക്കൻ എടുത്ത് കുക്കായി വേണമെങ്കിൽ ഇളക്കി കൊടുത്തേക്കട്ടോ. ഇളക്കി ശരിയായിട്ട് അതെ, എന്തെങ്കിലും ചെയ്തു എന്ന്. അതെ, എന്തെങ്കിലും ചെയ്ത് ഈ ചാനലിൽ നോക്കുമ്പോഴേ ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് ആൾക്കാർ അറിയട്ടെ. അതെ, നല്ല ഐഡിയ കേട്ടോ. എന്റെ തല പുറത്തണിക്കണ്ട. പാടുന്നുണ്ടല്ലേ? ഇത്ര നേരം പാടില്ല. അല്ലെങ്കിൽ ഇളക്കി കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ കരസ്പർശം ഏറ്റപ്പോഴേ സവാള അങ്ങ് പാടാൻ ഇത് തിളക്കാനും തുടങ്ങി. തുടങ്ങി. എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് ഈ ലോകത്ത് ഉണ്ടായിരുന്നത്. ഇത്ര നേരം ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ നിന്ന് ഇളക്കിയിട്ട് അതുകൊണ്ടാണ് മനസ്സിലായി നമ്മുടെ ആ ഒരു കരസ്പർശം. അത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ വെള്ളം അടിച്ചിട്ടൊന്നുമല്ല, നമ്മൾ എത്ര നമ്മൾ സ്ട്രോങ് ആണ്. നമ്മൾ നിൽക്കണം, മനസ്സിലായോ? അല്ല ഇത് എന്തൊക്കെ മസാല ഇപ്പൊ ഇട്ട്? മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് അത് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറി കഴിഞ്ഞിട്ട് കുറച്ച് വേപ്പിലിടായിരുന്നു. വേപ്പില നമ്മള് ഓൾറെഡി നാട്ടിൽ ഫ്രഷ് കിട്ടാത്തതുകൊണ്ട് നാട്ടിൽ നിന്ന് ഉണക്കിയെടുത്തു വെച്ചിരുന്നതാണ്. സോ അതുകൊണ്ട് നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല. ഇതൊന്ന് പിടിക്കണം അല്ലേ? ശേഷം പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോ തക്കാളി ഇടാം. നിങ്ങളൊക്കെ നാളെ വയറല്ല, ഇന്നല്ലെങ്കിൽ നാളെ. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഷൈനികാമുണ്ട്. ഷൈനികത്തിനെ പോലെ തന്നെ ഇരിക്കുന്നൊരു അത് സമ്മതിക്കുന്നുണ്ടോ? അത് ഷൈനികത്തിനെ പോലെ തന്നെ അത് സമ്മതിക്കുന്നുണ്ടോ? ഞാൻ ഒരു 99% സമ്മതിക്കുന്നു. അതാണ് ചിരിക്കടാ. നമുക്കിതിലേക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടോളൂ. ഒരു ഷൈനികം ബാക്കിൽ ഇരിപ്പുണ്ട് കേട്ടോ, അവൻ ചിരിക്കുന്നു. ഒന്ന് ഷൈനികത്തിന്റെ സൂം ചെയ്തേക്കാം. ഒന്ന് ചിരിക്കടാ. ഇന്നുള്ള നെയ്യൊക്കെ പുറത്തേക്ക് ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ ഇതിനകത്ത് ഗ്രേവി സെറ്റ് ആക്കാം. സെറ്റ് ആക്കണമല്ലോ. അതെ, സെറ്റ് ആവുമല്ലോ. നമ്മുടെ നാട്ടിലുള്ള തങ്കത്തിന്റെ കെട്ടിയനെയൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ ചേട്ടാ, ഒരു ഹായ് പറഞ്ഞേ. ഇതിന്റെയാണ് കേട്ടോ, ഇതിന്റെ ഉൽപ്പന്നം കേട്ടോ. അതെ 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 ഉണ്ട്. ഉറങ്ങി. മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില. എന്താണ് അടുത്ത പ്രോസസ്? നമ്മുടെ കുറച്ച് നാടൻ ഗരം മസാലയാണ്. ഇതിന്റെ സ്വന്തം മാമൻ ഓർഡർ ചെയ്യാം. അതെ, വേണ്ടവർ ഓർഡർ ചെയ്യാം. വെറും 1500 രൂപ മാത്രം ഗ്രാമിന്. 30 രൂപയേ ഉള്ളൂ. അതായത് ഇവിടുത്തെ ഒരു 3 സെന്റോ. അതെ, ഇളക്കിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇളക്കി ഇത് പിടിപ്പിക്കണം. ഇവിടെ നേരത്തെ ഇളക്കിയ ചിലരൊന്നും ഇളക്കിയതൊന്നും ശരിക്ക് അതങ്ങ് കറിയിലേക്ക് ഒന്നും വന്നിട്ടില്ല. ഇളക്കാൻ അറിയാവുന്ന ഒരാൾ വന്നപ്പോഴത്തേനും അത് ഇളകുന്ന കണ്ടോ?
ശരിക്കും ഇളക്കാൻ അറിയാവുന്ന ആൾ വന്നപ്പോഴത്തേനും ഇളക്കുന്നുണ്ട് കേട്ടോ. ഇളകി അങ്ങ് പിടിക്കും. അലൻ ഒരുപാട് അസൂയോടെ പലരും ഇവിടെ എന്നെ അസൂയോടെ പലരും എന്നെ ഇവർ നോക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇളക്കല്ലേ? നല്ലോണം വെള്ളം ഒഴിച്ചു. ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കാം. സോ എക്സ്ട്രാ വെള്ളത്തിന്റെ ആവശ്യമില്ല. എക്സ്ട്രാ വെള്ളത്തിന് ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി വെള്ളം കിട്ടി. ഇത് വെച്ച് തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതെല്ലാത്തിലെ റെസിപ്പീസ് ബൈ തങ്കം. തങ്കമാണ് ഇതിന്റെ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും തങ്കം എന്നറിയപ്പെടും. ചെറിയ സാധനം തങ്കം. ഇങ്ങനെ പല പല പേരുകളുണ്ട് ഓരോരുത്തർക്കും. ഇളക്കി ഇളക്കിക്കോ ഇളക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഇളക്കാൻ അറിയാവുന്ന ആൾക്കാർ വരുമ്പോഴത്തേനും അത് ഇളകുന്നുണ്ട്. ഹലോ, മനസ്സിലായോ? ശരിക്കും ഇളക്കാൻ അറിയാവുന്ന ആള് പറഞ്ഞു. അതെ, ഇളക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാൾട്ടയിൽ ഇളക്കാൻ വേറെ ഉപ്പ് നോക്കൽ ചടങ്ങാണ്. ഉപ്പ് നോക്കൽ ചടങ്ങ്. ഉപ്പ് നോക്കൽ ചടങ്ങിലേക്ക് നമ്മൾ ആദ്യമായി സ്പൂണില് ചെറിയ ഗ്രേവി എടുത്തതിന് ശേഷം ഊതുക, അല്ലെങ്കിൽ നാക്ക് പൊള്ളിച്ചാ. അതെ ഊതുക. സ്മെല്ലൊക്കെ പോകാം. ഓക്കെ, ടേസ്റ്റ് ചെയ്യൂ. ഉപ്പുണ്ടോ? ഉപ്പില്ല. എനിക്ക് ലേശം തരൂ. നമ്മൾ ടേസ്റ്റ് നോക്കണമല്ലോ. ഉപ്പില്ല. അപ്പൊ നമുക്ക് ഉപ്പിടാം. ഉപ്പാണോ പഞ്ചസാരയാണോ അറിയത്തില്ല. മധുരം കൂടിയ പഞ്ചസാര. നമ്മളിതെല്ലാം പെട്ടെന്ന് തയ്യാറാക്കി എടുത്തത് കൊണ്ട് നമുക്ക് കവറിലൊക്കെ കിട്ടുള്ളൂ. അതെ, വീട്ടിലായിരുന്നെങ്കിൽ നമുക്കിത് എന്ത് കിട്ടിയാനെ? ഉപ്പാണ്. ഉപ്പ് കുറവാ. ഉപ്പിടാൻ പോകുന്നു. കുഴപ്പമുണ്ടോ? ഉപ്പിട്ടിരിക്കും. ഉപ്പേ ഉള്ളൂ. ആ ഉപ്പ് തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പില്ലാതെ കഴിക്കുന്നത്. ഞാൻ ചെറുതല്ല വലുതാണെന്ന് ഊന്നി പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും ഇളക്കി പിടിപ്പിക്കുകയാണ് നമ്മുടെ ചെറിയ സാധനം. എന്തോ നമ്മുടെ ഗ്രേവി ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കണം. എൻ്റെ വായിൽ വെള്ളം വരുന്നു. കഴിക്കാനായിട്ടുള്ളൊരു ത്വര. ആക്രാന്ത്. കെട്ടിയവനോട് സംസാരിച്ച് മനം മറക്കുന്നതുകൊണ്ട് തങ്കം കറി വെക്കാൻ മറക്കുന്നുണ്ട്. കറി ഇളക്കാൻ മറക്കുന്നു. ഓക്കെ, കുറച്ച് കുരുമുളക് പൊടി തൂക്കിയിട്ടുണ്ട്. ഈ പാനിന് കുഴി ഇല്ലാത്തതുകൊണ്ട് ഇളക്കാൻ കുറച്ച് പാടല്ലേ? ഇങ്ങോട്ടാ, ഞാൻ നോക്കാം. ഉപ്പ് ഒന്നും ചെയ്യണ്ട. ഉപ്പെല്ലാം ഉണ്ട്. ഓക്കെ, ഉപ്പെല്ലാം ഉണ്ട് സുഹൃത്തുക്കളെ. കാര്യം നല്ല സൂപ്പറായിട്ട്. ഇതാണ് നമ്മുടെ ചെറിയ സാധനത്തിൻ്റെയും നമ്മുടെ കൂട്ടാളികളുടെയും കറിയെല്ലാം റെഡി ആയിരിക്കുകയാണ്. എന്താണ് ഈ കറിയെ പറ്റി പറയാനുള്ളത്? നല്ലൊരു കറിയാണ്. ഇതാണ് ചിക്കൻ കറി. ഇത്രയും കാലം കേരളക്കാരെ കഴിച്ചതൊന്നുമല്ല ചിക്കൻ. അതാണ്. ചിരിക്കടാ.